ഹായ്, ഗുഡ് ഈവനിങ്. സോ യെസ്, നമ്മൾ CMA US ഒരു ലൈവ് സെഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ എനിക്കറിയാം നമ്മൾ നോർമലി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് +1 +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും അതുപോലെ +2 കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രി ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസ് നമ്മൾ എല്ലാവർക്കും പരിചയമുള്ളൊരു ഏരിയ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടുള്ള CMA US ആണ് കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരു Q&A സെഷൻ. നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മളടുത്ത് ചോദിക്കാം. സെയിം ടൈം നമ്മളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് സെഷൻ. സോ നമുക്കിത് കുറച്ച് ഇന്ററാക്റ്റീവ് ആക്കാം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് വെറൈറ്റി ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ +2 സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു എക്സാമിന്റെ സമയമായിട്ട് ഇരിക്കുന്ന എക്സാമിന്റെ സമയമായിരിക്കും അല്ലെ. ദാറ്റ് മീൻസ് ഇപ്പൊ +2 നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 11th 12th കണ്ടിന്യൂസ് ഇത്രയും വർഷങ്ങൾ പഠിച്ചിരുന്നിട്ട് +2 എത്തുമ്പോഴായിരിക്കും നമുക്ക് നോർമലി എന്ത് വരുന്നത്, ഈ ഒരു എക്സാം. സാധാരണ എല്ലാവരും പറയും 10ാം ക്ലാസ് എത്തുമ്പോൾ കുട്ടികളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് അല്ലെ. അതായത് ഇത് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്ന്. നിങ്ങൾ സയൻസ് എടുക്കുന്നോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നോ കൊമേഴ്സ് എടുക്കുന്നോ എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിനായിരിക്കും പറയാം. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 എത്തുമ്പോഴായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്, നമുക്ക് റിയലൈസേഷൻ ഉണ്ടാവുന്നത് ഇതൊന്നും അല്ല, ഇനിയാണ് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. സെയിം ആ ഒരു സ്റ്റേജിലാണ് ലൈഫിൽ, ആ ഒരു പാത്തിലാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഉള്ളത്. +2 കഴിഞ്ഞു അല്ലെങ്കിൽ +2 കഴിയാൻ പോകുന്നു, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫ്യൂച്ചറിനെ പറ്റി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട്, ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഉള്ളത്. മൈസെൽഫ് സുപർണ. അപ്പൊ ഞാൻ ഇന്നിവിടെ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ CMA US കുറിച്ച് നിങ്ങൾക്ക് ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളും കൂടെ ഉണ്ട്. ടുഡേ ഐ ഹാവ് വിത്ത് മീ CMA Atul Krishna. Yes, Atul sir. Let me welcome Atul sir. Hi everyone. Okay, Atul sir, how are you? Fine. Yes. അപ്പം Atul സാറും ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളായിരിക്കും ഇന്ന് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കും. ഓക്കെ അല്ലേ സാർ, നമുക്ക് തുടങ്ങിയാലോ? കുഴപ്പമില്ല, ശരി. സാറിന്റെ അടുത്ത് ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് ഇവിടെ കമന്റ് ആഡ് ചെയ്യാം. നമ്മളത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകും. നിങ്ങളെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണോ അത് ഞാൻ സാറിന്റെ അടുത്തും ചോദിക്കും. ഓൾ സെറ്റ്? ഓക്കെ, ഹിയർ വി ഗോ. സാറിന്റെ അടുത്ത് ഇപ്പോൾ നോർമലി ചോദിക്കുകയാണെങ്കിൽ CMA എന്ന് പറഞ്ഞ പ്രൊഫഷൻ അല്ല എടുക്കുന്നെങ്കിൽ സാർ വേറെ ഏത് പ്രൊഫഷനിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? CMA എന്ന് പറഞ്ഞ ഒരു കോഴ്സ് എടുക്കുന്നില്ല, ഞാൻ എന്തായാലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്തായാലും എടുക്കും. അതായത് ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഒരു 1 month അല്ലെങ്കിൽ 2 month ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. ഇത് ബിസി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഒരു കസ്റ്റമർ അഡ്വൈസർ ആയിട്ടാണ് ഞാൻ ജോലിക്ക് പോയത്. പക്ഷെ 2 മാസം എനിക്ക് തോന്നുന്നു നല്ലൊരു വർക്ക് പ്രഷറൊക്കെ മടുത്തിട്ടാണ് ഞാൻ വീണ്ടും ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെയാണ് ഞാൻ CMA US ജോയിൻ ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ എനിക്ക് സ്റ്റാർട്ടിങ് ടൈം സാലറി ഒക്കെ വളരെ കുറഞ്ഞ സമയത്ത് ഞാൻ ഭയങ്കര എന്താ പറയുക സ്ട്രെസ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചത്. CMA US എന്ന് പറഞ്ഞ കോഴ്സ് ജോയിൻ ചെയ്തേ. ഇപ്പൊ എന്റെ പേരിന് മുന്നിൽ തന്നെ CMA അതുൽ കൃഷ്ണനാണ്. അപ്പൊ CMA എന്ന് പറഞ്ഞ ആ കോഴ്സിനെ കുറിച്ച് എനിക്ക്, അല്ലെങ്കിൽ CMA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് കൊണ്ട് എനിക്കൊരു പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ എന്റെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡോക്ടർ, അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ CMA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ പേരിന്റെ ഫ്രണ്ട് നമുക്ക് ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഗ്രേറ്റ്. യെസ്. അപ്പൊ സാർ എങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് സ്റ്റുഡന്റ് ആയിരുന്നോ, അല്ലെങ്കിൽ ഒക്കെ ആവറേജ് തട്ടിമുട്ടിയൊക്കെ പോകുന്ന രീതിയിലാണ്? തട്ടിമുട്ടി 10ാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു എനിക്കൊരു 3 A+ ഉണ്ടായിട്ടുള്ളൂ. +2 ലാണെങ്കിൽ എനിക്ക് ഒരു A+ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഡിഗ്രി തുറന്ന മനസ്സാണ്. ഡിഗ്രി എനിക്ക് 65% എനിക്ക് തോന്നുന്നു ജസ്റ്റ് പാട്ടാണ് ഡിഗ്രി ഒക്കെ. ആണ്, കുഴപ്പമില്ല. അപ്പം സാർ പറയുന്നത് നമുക്ക് ഇപ്പം ഫുൾ 10ാം ക്ലാസ് ഫുൾ A+ അല്ലെങ്കിൽ +2 ഫുൾ A+ ഒന്നും വേണ്ട, നമുക്ക് A+ പാസ്റ്റ് നമ്മൾ നോക്കുകയേ വേണ്ട. നമ്മൾ പഠിക്കുന്ന സമയം പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, CMA US ക്വാളിഫൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 2 പാർട്ടും ക്വാളിഫൈഡ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ. അത് ആ ടൈം എനിക്ക് തോന്നുന്നത് 4 അല്ലെങ്കിൽ 5 month ഞാൻ കണ്ടിന്യൂസ് പ്രോപ്പർ ആയിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. നീനു ചോദിച്ചിട്ടുണ്ട് നമ്മളോട്, ഹായ് സർ, ഫുൾ ഡീറ്റെയിൽസ് പറയണം. നീനു വരീസ്, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കും. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കമന്റ് ബോക്സിലേക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഒന്നും അറിയാത്ത ഒരാള് +2 കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം എന്ന് അറിയില്ല, ഇനി എന്ത് പാത്ത് എടുക്കണം എന്ന് അറിയില്ല.
അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഇനി എന്താണെന്നുള്ളത് കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ സാർ സജസ്റ്റ് ചെയ്യാണ് CMA-US സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് CMA-US എന്നായിരിക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? വാട്ട് ഈസ് CMA-US? ഇപ്പൊ CMA-US പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് USA ഒരു എന്തായാലും ഒരു ഫോറിൻ കോഴ്സ് ആണ്, ഒരു US കോഴ്സ് ആണ്. അതായത് ഗ്ലോബലി 160 കൺട്രീസിൽ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് CMA-US. നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് IMA ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ട്സ്. അപ്പൊ IMA ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ CMA-US എന്ന് പറഞ്ഞ ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഓക്കെ. അപ്പം ഇത് ആർക്കാ പഠിക്കാൻ പറ്റും? പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കാണോ? പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും പഠിക്കാൻ പറ്റും, ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കും പഠിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പഠിച്ചത് പ്ലസ് ടു അല്ല ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഡിഗ്രി കഴിഞ്ഞിട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിക്കുന്നതാണ് നല്ലത്. കാരണം എനിക്ക് ആ സമയത്ത് കൂടുതൽ ഈ കോഴ്സിനെ കുറിച്ച്, പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രയും നമുക്ക് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിപ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പം നല്ല രീതിക്ക് അറിയാം ഏത് കോഴ്സ് എടുക്കണം, എങ്ങനത്തെ കോഴ്സ് എടുക്കണം, ഏത് കോഴ്സ് പഠിച്ചാലാണ് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് ആയിട്ട് കുട്ടികൾ അറിയുന്നുണ്ട്. സാറ് കേട്ടിട്ടുണ്ടോ? ഇപ്പം ഞാനൊക്കെ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് മെയിൻലി വന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പോകുമ്പോൾ സയൻസ് എടുക്കുന്നവർക്ക്, നന്നായിട്ട് പഠിക്കുന്നവരൊക്കെ സയൻസ് എടുക്കും, ആവറേജ് തട്ടിമുട്ടി പോകുന്നവരൊക്കെ കൊമേഴ്സ് എടുക്കും, ഒട്ടും മടിയന്മാര് പോയിട്ട് ഹ്യൂമാനിറ്റീസ് എടുക്കും. ഇങ്ങനെയാണ് ലൈക്ക് നമ്മളൊക്കെ പറഞ്ഞു ശരിക്കും അങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല. അതായത് ഹ്യൂമാനിറ്റീസ് ആണോ കൊമേഴ്സ് ആണോ സയൻസ് ആണോ അങ്ങനത്തെ ഒരു ഇത് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു പണ്ട് സയൻസ് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്. പക്ഷെ ഇന്നത്തെ സ്റ്റുഡൻസ് എനിക്ക് കൂടുതൽ തോന്നുന്നു കൊമേഴ്സ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുട്ടികൾ മനസ്സിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ ബിടെക് അല്ലെങ്കിൽ നമ്മൾ പണ്ട് എന്താ പറയുക, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ചോദിക്കുവാണെങ്കിൽ ഒന്നിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ, അത് തന്നെയാണ്. അല്ലെങ്കിൽ വക്കീലല്ലേ? ശരിയാണ്. മെയിൻലി നമുക്കറിയാം ഇപ്പം അങ്ങനെ ഡിഫറൻഷിയേഷൻ അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് ഇപ്പം സയൻസ് പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ മെഡിസിൻ ഫീൽഡ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർ സയൻസ് എടുക്കും. ഇനി കൊമേഴ്സ് പ്രൊഫഷൻ വേണ്ട ആൾക്കാരാണ് താല്പര്യം, CA, CMA, CSSC പോലെയുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ CMA-US ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവര് കൊമേഴ്സ് എടുക്കും. ഇനി സിവിൽ സർവീസ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഇങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് പോകണം താല്പര്യമുള്ളെങ്കിൽ അവര് ഹ്യൂമാനിറ്റീസ് എടുക്കും. ദാറ്റ്സ് അപ് ടു ദം അല്ലെ. നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഏത് ഫീൽഡാണ് വേണ്ടത് അതാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് ആവശ്യമില്ല. ഇപ്പൊ കുട്ടികൾക്ക് അറിയാം കൊമേഴ്സ് എടുക്കണോ സയൻസ് എടുക്കണോ. പണ്ട് നമ്മള് മാർക്ക് കൂടുതലാണെങ്കിൽ സയൻസ്, മാർക്ക് കുറവാണെങ്കിൽ കൊമേഴ്സ്, അതിനേക്കാൾ മാർക്ക് കുറവാണെങ്കിൽ ഹ്യൂമാനിറ്റീസ്. അങ്ങനെയാണ് നമ്മളെ സ്ട്രക്ചർ പോയിട്ടുള്ളത്. മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഇന്ന് നമ്മൾ ഏത് പ്രൊഫഷൻ സ്വീകരിക്കണം, അതിനനുസരിച്ചാണ് അവർ എന്ത് ചെയ്യുന്ന കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് മാർക്കിന്റെ ബേസിലല്ല നമ്മളിപ്പം കോഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കുന്നത്. കാരണം നമുക്കറിയാം ട്രിപ്പിൾ കുട്ടികളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ച കുട്ടികൾ കൊമേഴ്സ് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ സാർ ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോഴും ക്ലാസ്സിൽ തന്നെ എനിക്ക് ഏകദേശം തോന്നുന്നു 35 സ്റ്റുഡൻസിന്റെ ബാച്ച് ആണെങ്കിൽ ഏകദേശം 7-8 കുട്ടികൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നതാണ്. അതുപോലെ തന്നെ സയൻസ് കഴിഞ്ഞ പ്രാവശ്യം കാലിക്കറ്റ് സ്റ്റുഡന്റ് ഉണ്ടായിട്ടുണ്ട്. കാലിക്കറ്റ് സ്റ്റുഡന്റ് പറഞ്ഞാൽ സയൻസ് പഠിച്ചിട്ട് പിന്നെ BSc കെമിസ്ട്രി പഠിച്ചിട്ട് വന്ന സ്റ്റുഡന്റ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, കൊമേഴ്സിന്റെ തീരെ ബേസിക്സ് ഇല്ലാത്ത സ്റ്റുഡന്റാ. പക്ഷെ ആ ക്ലാസ്സിൽ നിന്ന് ഫസ്റ്റ് എക്സാം ചെയ്തത് ആ സ്റ്റുഡന്റാ. എക്സാം ചെയ്തിട്ട് ഫസ്റ്റ് പാസ് ആയതും ആ സ്റ്റുഡന്റാ. BSc കെമിസ്ട്രി പഠിച്ച സ്റ്റുഡന്റാ. സയൻസ് ആണോ കൊമേഴ്സ് ആണോ അങ്ങനത്തെ ഒരു ഇതില്ല. നമ്മളിപ്പോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു വരുന്ന കുട്ടിയാണെങ്കിൽ ഏകദേശം 2 weeks 3 weeks ഒക്കെ നമ്മൾ ബേസിക് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ. ഇപ്പൊ സാറിന് എങ്ങനെയാ, അതുൽ സാറിന് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് CMA-US പറ്റിയോ അങ്ങനെ ഒരു കോഴ്സിനെ പറ്റിയുള്ള നോളജ് ഉണ്ടായിരുന്നു? പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എനിക്ക് തീരെ ഈ എന്താണോ CMA-US എന്താണോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ഡിഗ്രി ഒക്കെ പഠിച്ച് ആ ജോലിക്ക് പോകുന്ന സമയമാണ് നമുക്ക് ആ പഠിക്കുന്നതിന്റെ വില മനസ്സിലാവുക. പിന്നെ അവിടുന്ന് ശേഷമാണ് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് CMA-US. പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കോഴ്സ് CMA-US പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ കുറവാണ്. അപ്പൊ ഇപ്പൊ ഏകദേശം നമ്മൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റിൽ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ് ആയിട്ട് മാറാൻ പോകുന്ന കോഴ്സാണ് ഇത് CMA-US. ആണല്ലേ? ഏകദേശം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഏകദേശം തോന്നുന്നു എനിക്ക് 3 ബാച്ച് ഉണ്ട്. 3 ബാച്ചിൽ ഏകദേശം 60+ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് CMA-US. അപ്പൊ സാർ ഓൾറെഡി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അങ്ങനെ വലിയൊരു കോഴ്സിലേക്ക് എത്തിയതാണ്. കഷ്ടപ്പാടിന്റെ വില, വേർപ്പിന്റെ വിലയൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാര്യമായിട്ട് നന്നായിട്ട് വേർപ്പിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ സാർ മനസ്സിലാക്കിയിട്ടാണ് CMA-US എന്ന് പറഞ്ഞ കോഴ്സിലേക്ക് എത്തിയത്. വരെ കമന്റ് വരുന്നുണ്ട്, എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ആവുന്നത് നെക്സ്റ്റ് ഇയർ എന്നുള്ളത്. ക്ലാസ് സ്റ്റാർട്ട് ആവുന്നതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രിപ്ലൈന്റെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, triplyca.com എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇവിടെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങള് ഞാൻ നമുക്കിനി പോകുന്ന ലൈവ് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഇതാരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ജനയാണ്. അഞ്ജന, ആ ഡീറ്റെയിൽസ് നമ്മൾ തരാം.
ദെൻ നീനു വിന്റേജ് പറഞ്ഞതേക്കുന്ന CMA USA ഓർ ഇന്ത്യ ഏതാവും നല്ലത്? CMA USA പഠിച്ചാൽ ഇന്ത്യയിൽ ജോബ് കിട്ടാനുള്ള ചാൻസ്, അതിനെ പറ്റി ഒന്ന് പറയാമോ? യെസ് സർ. ഇപ്പൊ നമുക്കറിയാം CMA എന്ന് പറഞ്ഞാൽ CMA US ഉണ്ട്, CMA ഇന്ത്യ ഉണ്ട്. കമ്പയർ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഒന്ന് ഡ്യൂറേഷൻ ആണ്. CMA ഇന്ത്യനേക്കാൾ ഡ്യൂറേഷൻ ആണ് ഏത് CMA USA. പിന്നെ CMA USA നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്, അല്ല നമ്മളത് ഗ്ലോബൽ പാസ്പോർട്ട് എന്നാണ് പറയാ. നോർമലി നമ്മൾ ഈ CMA USA എടുക്കുവാണെങ്കിൽ നമുക്ക് വേൾഡിൽ 160 കൺട്രീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് CMA ഇന്ത്യ അല്ലെങ്കിൽ CMA USA വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ. അപ്പൊ നമുക്ക് ഷോർട്ട് പീരീഡ് കൊണ്ട് ഒരു സാലറീഡ് പേഴ്സൺ ആവണമെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും CMA USA എന്ന് പറഞ്ഞ കോഴ്സ്. കാരണം നമുക്ക് ഇപ്പം ഡിഗ്രി ഒക്കെ കഴിയുവാണെങ്കിൽ ഏകദേശം നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ 21 വയസ്സുകൊണ്ട് നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ആക്കും. ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്കൊരു 1.5 ഇയർ കൊണ്ട് നമുക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇത് CMA US. ക്ലാസ് 1 ഇയർ ആണ് നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ 1 ഇയർ കഴിഞ്ഞിട്ട് എക്സാം എഴുതുന്ന പീരീഡ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏവറേജ് ഇത് പറയുന്നത് 1.5 ഇയേഴ്സ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആ ഒരു വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 പാർട്ടും ക്വാളിഫൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുള്ള ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഒരു ടാഗ് ലൈൻ പോലെ ഞാൻ ആദ്യമായിട്ട് CMA USനെ പറ്റി കേട്ട സമയത്ത് കേട്ടിട്ടുള്ള സാധനമാണ്, 1 വർഷം 2 എക്സാം, ഇന്റർനാഷണൽ കരിയർ. ഇങ്ങനെയായിരുന്നു നമുക്ക് CMA USനെ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്. അതായത് ഇപ്പം എനിക്കൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിൽ ടു ലേസി ഞാൻ പറയുകയാണെങ്കിൽ. അപ്പം 1 വർഷം 2 എക്സാം, ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷൻ, ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു താല്പര്യമൊക്കെ തോന്നില്ലേ? സിമ്പിൾ ആയിട്ടല്ലേ, 1 വർഷം കൊണ്ട് തീരും അല്ലെ, അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് തീരും. 2 എക്സാം ഉള്ളൂ, സമാധാനം. കുറെ നേരം എക്സാം ഹാളിൽ ഇരുന്ന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട, 2 എക്സാമേ ഉള്ളൂ. അതായത് ഇന്റർനാഷണൽ കരിയർ അല്ലെ, ഇന്റർനാഷണൽ കരിയർ എന്നൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ചെറിയൊരു അതാ ലെവൽ അങ്ങ് നേരെ ചേഞ്ച് ആയില്ല ഇന്റർനാഷണൽ കരിയർ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതാണ് മെയിൻലി നമുക്ക് CMA US എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് മനസ്സിൽ വരുന്ന സാധനമാണ് 1 വർഷം 2 എക്സാം, ഇന്റർനാഷണൽ കരിയർ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. സാർ അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും കേട്ടിട്ടാണോ സാർ CMA USലേക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് വെച്ചാൽ 2 എക്സാമിന് 2 എക്സാം മാത്രമേ ഉള്ളൂ. 2 എക്സാം നമ്മൾ ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ CMA USA നമ്മൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടി കിട്ടുവാണെങ്കിൽ നമ്മൾ CMA USA എന്താവും, സർട്ടിഫൈഡ് ആവും. അപ്പൊ ഹൈലൈറ്റ് എല്ലാ കുട്ടികളും ഏകദേശം വരുന്നത് ഈ ഷോർട്ട് ടേം കോഴ്സ് ആണ്. ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് ഏത് തന്നെയാണ്, 2 എക്സാം ആണ്. പാർട്ട് 1 എക്സാമും പാർട്ട് 2 എക്സാം. ഓക്കെ സാർ, ഒരു മിനിറ്റ്, ഞാനൊരു കൺഫ്യൂഷൻ. ഇപ്പൊ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ triplica.com എന്ന് പറഞ്ഞ നമ്മുടെ വെബ്സൈറ്റ്. ഇതിനകത്ത് നിങ്ങൾ പോവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സാർ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ അത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്യാതെയോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ട്രിപ്ലൈയിൽ എന്നാണ് ക്ലാസ് തുടങ്ങുന്നത് എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ ഈ ട്രിപ്ലൈന്റെ ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ബാച്ച് ഫൈൻഡർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ ഫിൽട്ടർ യൂസ് ചെയ്യാം. അവിടെ ഫിൽട്ടർ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേ CMA US എന്ന് പറഞ്ഞു. അതിന്റെ ഏത് പാർട്ട് വൈസ് ഉണ്ട്, ബോത്ത് പാർട്ട് ഉണ്ട്. CMA US നമുക്ക് പാർട്ട് 1 ഉണ്ട്, അതുപോലെ തന്നെ പാർട്ട് 2 ഉണ്ട്. യെസ്, അത് എടുക്കുക. ഏത് സ്റ്റേജ് ആണുള്ളത് എടുക്കുക. നമ്മൾ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതാന്ന് ചൂസ് ചെയ്യുക. ദെൻ ഏത് ബ്രാഞ്ച്, ട്രിപ്ലൈക്ക് 3 ബ്രാഞ്ച് ഉണ്ട്. കൊച്ചിയിലുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, കാലിക്കറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ചൂസ് ചെയ്യുക. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാച്ചസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. ആൻഡ് ഫോർ യുവർ ഇൻഫർമേഷൻ, നമ്മൾ CMA USനുള്ള അഡ്മിഷൻസ് എക്സ്ക്ലൂസീവ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രിപ്ലൈ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാച്ച് നമുക്ക് വരുന്നത് ഇപ്പൊ മാർച്ച് ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എക്സാംസും കാര്യങ്ങളൊക്കെ കഴിയൂലേ. അപ്പം ആ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ബാച്ചുകളൊക്കെ തുടങ്ങും. മാർച്ച് എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഏപ്രിൽ മെയ് ആ ഒരു സമയമാകുമ്പോഴേക്കും ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതിലേക്കുള്ള അഡ്മിഷൻസ് നമ്മൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ബാച്ചിലേക്ക് തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർ ഫസ്റ്റ് ബാച്ചിലേക്ക് എന്നുള്ള രീതിയിലായിരിക്കും പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ഇടയിൽ സാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ സാർ അറിഞ്ഞിട്ടുണ്ടോ, നമ്മൾ CCAT എന്ന് പറഞ്ഞൊരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. CCAT എന്ന് പറയുന്ന ഒരു എക്സാം നമ്മൾ എക്സാക്ട്ലി സ്കോളർഷിപ്പ് സാർ പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് നമ്മൾ ഇപ്പോഴാണ് ഈ ഒരു CCAT എന്നുള്ള രീതിയിൽ ഒരു സ്കോളർഷിപ്പ് എക്സാം നമ്മൾ അത്രയും കാര്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ബെനിഫിറ്റ് ആണ്. കാരണം ഫീസിൽ
കുറച്ച് പൈസ കുറയും. കാരണം നമ്മൾ എക്സാമിന് അത്യാവശ്യം US$ നമ്മൾ ആയതുകൊണ്ട് തന്നെ ഡോളറിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എക്സാം ഫീസ്, രജിസ്ട്രേഷൻ ഫീസും എക്സാം ഫീ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്കോളർഷിപ്പ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു കേസ് ആയിരിക്കും. ഇത് നമുക്ക് അടിപൊളിയാ. എന്താണെന്ന് വെച്ചാല് ഏകദേശം 1,00,000 രൂപ വരെ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് 1,00,000 രൂപ വരെ. അതായത് CCAT എന്ന് പറയുന്ന എക്സാം ഇവർ വന്ന് നമ്മുടെ സെന്റേഴ്സിൽ വന്നിട്ട് ഇവർ എക്സാം എഴുതുന്നു. സ്പോട്ടിൽ തന്നെ ഇവർക്ക് റിസൾട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ റിസൾട്ട് അറിയാം. റിസൾട്ട് അറിഞ്ഞിട്ട് അപ്പൊ തന്നെ നമുക്ക് എത്ര പെർസെന്റേജ് ആണ് ഇവർക്ക് കിട്ടുന്നത്, ഇവരുടെ മാർക്കിനനുസരിച്ച് എത്ര പെർസെന്റേജ് ആണ് ഇവർക്ക് ഇപ്പം സ്കോർ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് സ്കോളർഷിപ്പിന്റെ എമൗണ്ട് 1 lakh ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മളെ മെമ്പർഷിപ്പ്, രജിസ്ട്രേഷൻ, എക്സാം ഫീ ഒക്കെ അതിൽ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളത് സോഫ്റ്റ്വെയറിന്റെ എക്സ്പെൻസും അതുപോലെ തന്നെ കോച്ചിങ് ഫീ മാത്രമായിരിക്കും. കാരണം ഫീല് തന്നെ അത്രയും ഡിഡക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. 50% നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുവാണെങ്കിൽ. യെസ്, അതാണ് നമ്മുടെ CCAT എക്സാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞ കൂട്ടത്തിൽ സ്കോളർഷിപ്പിന്റെ എല്ലാവർക്കും അത് സ്കോളർഷിപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ. ഓഫ്ലൈനും ഹൈബ്രിഡ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട് നമ്മളതല്ലേ. യെസ് യെസ് യെസ്, നമ്മുടെ ട്രിപ്പിളിന്റെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഈവനിങ് ബാച്ചസ് നമ്മൾ വർക്കിംഗ് പ്രൊഫഷനിലൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈവനിങ് ബാച്ചസ് ഉണ്ട്. ഈവനിങ് ബാച്ചസ് എനിക്ക് തോന്നുന്നത് 7 to 9 വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈവനിങ് ബാച്ചസ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്ക് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈവനിങ് ബാച്ചും അതുപോലെ തന്നെ നമ്മൾ ഓഫ്ലൈൻ ബാച്ചും കൊടുക്കുന്ന ഒരു സ്റ്റഡിയിൽ അല്ലെങ്കിൽ ക്വാളിറ്റി കുറയാന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ക്വാളിറ്റി കുറെ അങ്ങനത്തെ ഒരു പേടിയുള്ളവർ എനിക്ക് തോന്നുന്നു ഹൈബ്രിഡ് ക്ലാസ് എടുത്താൽ മതി. ഹൈബ്രിഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ക്ലാസ്സിൽ നമ്മൾ ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കുന്നത്, ഇപ്പൊ നിങ്ങൾ ആ ക്ലാസ്സിൽ എന്നെയും കാണാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിനെയും കാണാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ട്രിപ്പിൾ എന്ത് ചെയ്യുന്നത്, ഹൈബ്രിഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ രാവിലെ ഒരു 9 to അല്ലെങ്കിൽ 5 വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കും. ആ ക്ലാസ് മൊത്തം കംപ്ലീറ്റ് റെക്കോർഡായിട്ട് നിങ്ങൾക്ക് ട്രിപ്പിളിന്റെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട് നമുക്ക് ഇസ് ഇറ്റ് ഈസി ടു ഗോ ടു USA ഇഫ് ഐ ക്വാളിഫൈ CMA US ക്വാളിഫൈ ചെയ്താൽ ഞാൻ ഈസി ആയിട്ട് US പോകാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ് ടു യു. അപ്പൊ നമ്മൾ CMA USA എന്ന് പറഞ്ഞിട്ട് അതിന്റെ മീനിങ് CMA USA ക്വാളിഫൈഡ് ആയ ഉടനെ US പോറില്ല. കാരണം ഈ CMA എന്ന് പറഞ്ഞ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് USA IMA എന്ന് പറഞ്ഞ ബോഡിയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ USA മാത്രമല്ല നമുക്ക് ജോലി ചെയ്യാൻ പറ്റുക. ഇപ്പൊ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ കൊച്ചിയിൽ ഒരുപാട് MNC കമ്പനീസ് ഉണ്ട്. എന്റെ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാംഗ്ലൂർ ഉണ്ട്, ചെന്നൈ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിൽ ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് CMA US എന്ന് പറഞ്ഞിട്ട് US മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഓക്കെ, ശരി, താങ്ക് യു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? അതിൽ സാറിന്റെ ബിഗ് ഫാൻ എന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫാൻസ് ഒക്കെ അതിൽ സാറിന് ഫാൻസ് ഒക്കെ ഉണ്ട്, അടിപൊളി. കാശ് എടുത്തിരുന്നാണോ? പെയ്ഡ് പ്രൊമോഷൻ ആണ് അതിൽ സാർ ആർമിയിലെ. ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് CMA സിലബസ് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി അവൈലബിൾ ഇൻ US, ആവറേജ് സാലറി ഡീറ്റെയിൽസ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് വീണ്ടും ചില ആൾക്കാരുടെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫൈഡ് നമ്മൾ CMA എന്ന് പറഞ്ഞ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. അപ്പൊ എല്ലാവരും വിചാരം എന്താ, അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു ഡെസിഗ്നേഷനിൽ മാത്രമാണ് ജോലി കിട്ടുക. അത് കംപ്ലീറ്റ്ലി എന്താണ്, തെറ്റാണ്. അത് നമ്മൾ CMA US എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കുവാണെങ്കിൽ ഒരു കമ്പനിയിൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടന്റ് അല്ലെങ്കിൽ റിസ്ക് മാനേജർ, ഇങ്ങനത്തെ ഒരുപാട് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പറഞ്ഞാൽ ഈ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ മാത്രമല്ല. ഓക്കെ സാർ, അതുപോലെ വേറൊരു കാര്യമാണ് ഇതിന്റെ സാലറി ഏകദേശം സ്റ്റാർട്ടിങ് നമ്മൾ 2 പാർട്ടും ക്വാളിഫൈഡ് ആയിട്ട് ഒരു സ്റ്റുഡന്റിന് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിന് കിട്ടുന്ന സാലറി ആവറേജ് 45,000 to 50,000 ആണ്. ഇത് സ്റ്റാർട്ടിംഗ് ആണ്. 40 month പെർ മന്ത്. അപ്പൊ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ എന്താണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിലുള്ളതാണ്. സെയിം നിങ്ങൾക്ക് വരുന്ന സാലറി എന്ന് പറഞ്ഞ സാധനം കൺസേൺ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാസം ജോലിക്ക് കയറിയപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് സ്റ്റാർട്ടിങ് കിട്ടിയത് ഏകദേശം 12,000 30,000 ആണ്. ആ 12,000 30,000 അല്ലെങ്കിൽ 45,000 എത്തണമെങ്കിൽ ഏകദേശം 3-4 മാസം അവിടെ എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. ഡിഗ്രി കഴിഞ്ഞിട്ട് ഏകദേശം സാലറി നിങ്ങൾ മാർക്കറ്റിലേക്ക് നോക്കിയാൽ മതി. 12,000 to മാക്സിമം 20,000 ആണ്. 20,000 ഒക്കെ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് കിട്ടണമെങ്കിൽ ഏകദേശം ആ സ്റ്റുഡന്റ് എന്ത് ചെയ്യും, ആ കാൻഡിഡേറ്റ് എംപ്ലോയി എന്ത് ചെയ്യേണ്ടി വരും, 4-5 വർഷം എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് ചെയ്താൽ 20,000 എത്തുള്ളൂ. കഷ്ടപ്പെടണം. നേരത്തെ പറഞ്ഞ പോലെ വേർപ്പിന്റെ വില നന്നായിട്ട് അറിയേണ്ടി വരുന്നല്ലേ. ഓക്കെ, പക്ഷെ സാർ പറയുന്നത് CMA US എടുക്കുവാണെങ്കിൽ നമുക്ക് ഈസിയാണ്, നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ചെറിയ കാലയളവ് കൊണ്ട് നമുക്ക് പേഴ്സണലായിട്ട് മാറാൻ പറ്റും. യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 year കൊണ്ടല്ല, വേറെ
സിലബസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പൊ സിലബസ് പറയുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ സിലബസ് കവർ ചെയ്യുന്ന വെച്ചാൽ ഒന്ന് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് ഉണ്ട്, പെർഫോമൻസ് മാനേജ്മെന്റ് ഉണ്ട്, ഡിസിഷൻ അനാലിസിസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇനി വരാൻ പോകുന്ന ടെക്നോളജീസ് ഉണ്ട് അല്ലെ, നമ്മൾ ഇന്ന് കാണുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ ബിറ്റ് കോയിൻ, ഇങ്ങനത്തെ ടെക്നോളജി സൈഡ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ CMA USA പഠിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നോളജി, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് CMA USA കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞാൽ. പിന്നെ കൂടുതൽ നമ്മൾ ഈ ഫൈനാൻഷ്യൽ, നമ്മൾ +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനോ അങ്ങനത്തെ സിലബസ് അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടീഷൻസ് എന്നല്ല നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത് മാനേജ്മെന്റ് ടാക്ടിക്സ്, കുറച്ച് തിയറീസ്, മെയിൻ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവലൊക്കെ സിലബസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ CMA USA കംപ്ലീറ്റ് കവർ ചെയ്യാൻ പോകുന്നത്. ഇവര് 2 എക്സാം എന്നൊക്കെ കേട്ട സമയത്ത് സിമ്പിൾ എന്ന് വിചാരിച്ചിട്ടുണ്ടോ, പക്ഷെ ഇത്രയും ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ അതിന്റേതായ ടഫ്നെസ് ഉണ്ടാവും. ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന വേറൊന്നല്ല എന്നല്ലേ? സിമ്പിൾ ആയിട്ട് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും. സാർ എങ്ങനെയാ ഫുൾ എക്സാമ്പിൾ? ഓക്കെ സാർ, എങ്ങനെ വെറുതെ കുറെ നേരം ഇരുന്ന് പഠിക്കുന്ന ടൈപ്പാണോ? കുറെ ടൈം ഇരുന്ന് പഠിക്കുന്ന ആളല്ല. പഠിക്കുന്ന സമയം വെച്ചാൽ പ്രൊഡക്റ്റീവ് ആയിട്ട് പഠിക്കുക. നമ്മളൊരു 3-4 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ ആ 3-4 മണിക്കൂർ എന്ത് പ്രൊഡക്റ്റീവ് ആയിട്ട് പഠിച്ചാൽ കിട്ടുന്ന സാധനമാണ് CMA USA. 3-4 മണിക്കൂർ പ്രൊഡക്റ്റീവ് ആയിട്ട് പഠിച്ചാൽ ഷുവറാണ്. നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുവാണെങ്കിൽ ഷുവർ ആണ് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാൻ പറ്റും. CMA USA ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ CMAയുടെ പാർട്ട് 1 വരുന്ന സബ്ജക്ട്സ് എന്തൊക്കെയാന്നുള്ളത്. നമ്മളിത് ഇങ്ങനെ മാറിക്കൊടുത്താൽ കാണാൻ പറ്റുമോ അല്ലെ സർ? ചെറുതായിട്ടൊന്ന് മാറിക്കൊടുത്താൽ കാണാൻ പറ്റുമോ? യെസ്, കാണാൻ പറ്റുന്നുണ്ടോ? പാർട്ട് 1 പാർട്ട് 2 എടുക്കുവാണെങ്കിൽ A to F വരെയാണ് സെക്ഷൻസ് ഉള്ളത്. എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, പ്ലാനിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്, പെർഫോമൻസ് മാനേജ്മെന്റ്, കോസ്റ്റ് മാനേജ്മെന്റ്, ഇന്റേണൽ കൺട്രോൾസ് കണ്ടു. ഞാൻ പറഞ്ഞ പോലെ ടെക്നോളജിന്റെ ടോപ്പിക് ഉണ്ട്, ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ്. നമ്മൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ടെക്നോളജിയും അതുപോലെ കറന്റ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജീസിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന ടോപ്പിക്കാണ് സെക്ഷൻ F ഒക്കെ. പാർട്ട് 1. നെക്സ്റ്റ് പാർട്ട് 2 ആണ്. പാർട്ട് 2 നമ്മൾ എടുക്കുവാണെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഉണ്ട്, കോർപ്പറേറ്റ് ഫൈനാൻസ് ആണ്, ഡിസിഷൻ അനാലിസിസ് ആണ്, എന്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട്. നെക്സ്റ്റ് പ്രൊഫഷണൽ എത്തിക്സ് ആണ്. ഒരു IMA അല്ലെങ്കിൽ ഒരു CA സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ട് ഉണ്ട്. ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നമ്മൾ സർട്ടിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യേണ്ട പ്രൊഫഷണൽ ലെവൽസിൽ ഫോളോ ചെയ്യേണ്ട പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇപ്പൊ ഡോക്ടർ ആയാലും അഡ്വക്കേറ്റ് ആയാലും അവരുടെ പ്രൊഫഷണൽ അവർക്ക് എത്തിക്സ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണെങ്കിൽ എത്തിക്സ് ഫോളോ ചെയ്യാണ്ട് ആ എത്തിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാർട്ട് 2 പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ ഓൾറെഡി ഉണ്ടാവുന്ന ഇതിൽ മാത്സ് ഉണ്ടോ? ദാറ്റ് മീൻസ് പ്രോബ്ലം പേപ്പേഴ്സ് ഒരുപാടുണ്ടോ ഇതില്? പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്മൾ ഏകദേശം ഒരു 50-50 ആണ്. 50% തിയറി ആണ്, 50% എന്താണ് പ്രോബ്ലം ആണ്. പക്ഷെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കൂടുതലും നമുക്ക് എന്താ പറയാ ഒരു ടഫ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ആണ്. അല്ലാതെ നമ്മള് ബാലൻസ് ഷീറ്റ്, നമ്മൾ മുന്നേ ബാലൻസ് ഷീറ്റ് ഒക്കെ വെച്ച് ടാലി ആവുന്നില്ല, അങ്ങനത്തെ ഒരു റിസ്ക് നമുക്ക് ഇവിടെ ഇല്ല. കൂടുതൽ നമ്മളൊരു കമ്പനിയിൽ ഏതൊക്കെ ഡിസിഷൻ എടുക്കണം, അതുപോലെ തന്നെ എങ്ങനെ പെർഫോമൻസ് നമ്മൾ വാല്യൂ ചെയ്യും, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് CMA USA പഠിക്കാൻ പോകുന്നത്. അപ്പൊ മാത്സ് കൂടുതൽ അറിയണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് ഒന്നും അറിയണം. നമ്മൾ ഒന്നോ രണ്ടോ ക്ലാസ്സിൽ പഠിക്കുന്ന മാത്സിന്റെ ചെറിയ ബേസിക്സ് കൂട്ടാനും കുറക്കാനും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, അറിഞ്ഞാൽ മതി. അപ്പൊ മാത്സിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരില് പലരുണ്ട്. CMA USA എന്ന് പറയുമ്പോ എന്തായാലും ഒരു വർഷം കൊണ്ട് കഴിയല്ലോ, 2 എക്സാമിലല്ലോ, പക്ഷെ ഇനി മാത്സും കൂടെ ഉണ്ട്, കഷ്ടപ്പാടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രോബ്ലം പരിപാടികളൊന്നും ഒരുപാടില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ സാധാരണ കടയിൽ പോയിട്ടില്ല അങ്ങനെ കണക്ക് കൂട്ടുന്ന അതേപോലെയൊക്കെ തന്നെയാണോ? സിമ്പിൾ ആയിട്ട് നമ്മള് കൈയൊക്കെ വെച്ച് പറ്റുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്യാനാണ് CMA അതുൽ സാർ പറയുന്നത്. സർ കറക്റ്റ് ആണ്. ഇതൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ടാണ് CMA US എടുക്കുക അല്ലെ? ഇതൊക്കെ കേട്ടിട്ടാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളുണ്ട് കൂടെ അല്ലേ സാർ? നമ്മളെല്ലാവരും നമ്മൾ ട്രിപ്പിൾ ഐ ടീം, സാറുണ്ട്, നൂമാൻ സാറുണ്ട്, നമ്മുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാരും വരും പറയാന്നൊക്കെ. നമ്മളെ വിൻഡോയില് സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോ തോന്നുന്നതിനൊക്കെ 500 460 മാർക്ക് കിട്ടിയത് നമ്മൾ ട്രിപ്പിൾ എ സ്റ്റുഡന്റിനാണ്. അത് മാത്രമല്ല നമ്മൾ ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാത്ത ഒരു സ്റ്റുഡന്റിനാണ് 500 എന്ത് കിട്ടിയത് 460 മാർക്ക് കിട്ടി. കാരണം ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ അത്യാവശ്യം ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് അല്ലെങ്കിലും നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ല 460 മാർക്കാണ് എന്ത് ചെയ്ത് 500 സ്കോർ ചെയ്തത്. 460 മാർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മാർക്കാണ് 500. നമുക്ക് ശരിക്കും പാസ് മാർക്ക് 360 ആണ്. പക്ഷെ 500 460 കിട്ടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിപൊളി മാർക്കാണ്. എക്സാക്ട്ലി. ആ കുട്ടി ഒരിക്കലും എന്നോട് ഡൗട്ട് ഇതുവരെ ചോദിക്കാത്ത സ്റ്റുഡന്റ് ആണ്.
ഡൗട്ട് എക്സാമിന് പഠിക്കുന്ന സമയമാണെങ്കിൽ ക്ലാസ്സിലാണെങ്കിലും ഒരു ഡൗട്ട് പോലും ചോദിക്കാത്ത സ്റ്റുഡന്റ് ആണ് പോസിറ്റീവ്. എന്നരുത് നിങ്ങൾ ചോദിക്കാതിരിക്കുന്നത്, ചോദിക്കണം. സംശയം ചോദിച്ച് മുമ്പോട്ട് വരണല്ലോ. അങ്ങനെയല്ലേ നടക്കത്തുള്ളൂ. ശരി, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അക്ഷയ് CV. എന്റെ കൂടെ ഫാനാണോ? എന്റെ ഫ്രണ്ടാണ്. ഐ ആം എ വർക്കിംഗ് പ്രൊഫഷണൽ. എങ്ങനെ ആയിരിക്കും ഞാൻ ഈ കോഴ്സിൽ ഇൻപുട്ട് ഇടേണ്ടി വരിക? കാരണം എന്റെ കൂടെ മുന്നേ കളിച്ചു വളർന്നത് ആളാണ് അക്ഷയ് CV എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഓ, അപ്പൊ ഇവിടെ ഫ്രണ്ട് വരെ CMA ഒക്കെ കോഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഏകദേശം നിങ്ങൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ ഏകദേശം വർക്കിംഗ് പ്രൊഫഷണൽ ഏറ്റവും ബെറ്റർ കോഴ്സാണ് ഇത്. അവർ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുമെങ്കിൽ ബെറ്റർ കോഴ്സാണ് CMA. അപ്പൊ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഡെയിലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്തായാലും ഷുവർ ആയിട്ട് പാസ്സാവും. ഇന്ത്യയിൽ സ്കോപ്പ് ഉണ്ട്. ഇന്ത്യയിൽ സ്കോപ്പ് ഉണ്ട്. കൊച്ചിയിലായിക്കോട്ടെ, ട്രിവാൻഡ്രത്തായിക്കോട്ടെ, ഒരുപാട് സ്റ്റുഡൻസ് അവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതുപോലെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കൃഷ്ണ ആയതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ചെയ്യാത്തത്. അപ്പം ഓൾറെഡി നമ്മൾ ഈ ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഇത് നമ്മുടെ യൂട്യൂബിൽ ചാനലിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ലൈവും ഉണ്ടാവും. ഇതുപോലെ നമ്മൾ ഇനിയും എല്ലാ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോസും ലൈവും ഒക്കെ ആയിട്ട് നമ്മൾ വരും. അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺ ടൈമിൽ കിട്ടും. അപ്പം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺ ടൈമിൽ തന്നെ കിട്ടും. മറ്റേ ബെല്ലൈക്കന്റെ കാര്യം പറയണോ എന്നല്ലേ? ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസിന്റെയും കാര്യങ്ങളുടെയും ലൈവിന്റെ ഒക്കെ അപ്ഡേറ്റ് അറിയാൻ പറ്റും. ഓക്കെ, ശരി, ബാക്ക് ടു ദ ക്വസ്റ്റ്യൻസ്. വേർ ഈസ് അവർ അതുൽ സാർ? പെയ്ഡ് പ്രൊമോഷൻ അല്ലേ, കുറെ വരുന്നുണ്ട്. അതുൽ സാർ ഫാൻസ്, അത് വേർ ഈസ് അതുൽ സാർ എന്നൊക്കെ. പെരുമ്പാവൂർ ഘടകം, പെരുമ്പാവൂർ ഘടകം അവിടൊക്കെ ഉണ്ട്, അവിടൊക്കെ ഉണ്ട്. അടിപൊളി. വീണ്ടും വേർ ഈസ് അതുൽ സാർ. ഇത് കാശ് എടുത്തത് ഏതൊക്കെയോ ആരൊക്കെയോ CMA സെമി ക്വാളിഫൈഡ് ആണ്, ജോബ് വല്ലതും കിട്ടുമെന്ന്. സെമി ക്വാളിഫൈഡ് ജോലി കിട്ടാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സെമി ക്വാളിഫൈഡ് നിൽക്കാട്ട് ഏറ്റവും നല്ലത് ക്വാളിഫൈഡ് ആയിട്ട് ജോലിക്ക് കയറുന്നതാണ്. കാരണം സെമി ക്വാളിഫൈഡ് അതിന്റെ പ്രശ്നം വെച്ചാൽ നിങ്ങൾ ജോലിക്ക് കയറിയാൽ പിന്നെ ആ വർക്ക് പ്രഷർ കാരണം നിങ്ങൾ മറ്റേ പാർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് 2 പാർട്ട് കംപ്ലീറ്റ് ആക്കണമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ട് കംപ്ലീറ്റ് ആക്കി നിങ്ങൾ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മറ്റേ പാർട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ കുറച്ച് പഠിക്കാം. നല്ല പ്രഷർ, നിങ്ങൾ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്രഷർ കാരണം പഠിക്കാനുള്ള കൺസിസ്റ്റൻസി കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്വാളിഫൈഡ് ആയിട്ട് ജോലിക്ക് കയറുന്നതായിരിക്കും എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ. സെമി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും ജോലിക്ക് കയറുന്നുണ്ട്, അത് പ്രശ്നമൊന്നുമല്ല കേട്ടോ. പക്ഷെ കംപ്ലീറ്റ് ചെയ്ത് കയറി കഴിഞ്ഞാൽ കാര്യം സെറ്റ്. നമുക്ക് ഇങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പേരിന് മുമ്പിൽ വെച്ച് നമ്മൾ പറഞ്ഞ പോലുള്ള എല്ലാം പെട്ടെന്ന് തന്നെ വെച്ചിട്ട് തുടങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും. യെസ്, അടിപൊളി. സാർ, അതുപോലെ ചോദിച്ചൊരു കാര്യമാണ്, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്നത് ആ ഒരു കാര്യം, CMA സർട്ടിഫിക്കേഷൻ കോളേജ് ഇപ്പം ഡിഗ്രി പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിന് ചെയ്യുന്നത് ബെറ്റർ ഓപ്പർച്യൂണിറ്റി. കാരണം നമുക്ക് ടൈം വേസ്റ്റ് ഇല്ലല്ലോ. ഇപ്പൊ നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡന്റ് ഒക്കെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ തേർഡ് ഇയർ എന്ത് ചെയ്യാം, ഡിഗ്രി കംപ്ലീറ്റ് ആക്കുന്നിടത്തോടെ നമുക്ക് CMA എന്ത് ചെയ്യാം, ക്വാളിഫൈഡ് ആവാൻ പറ്റും. എന്തായാലും നമുക്ക് CMA സർട്ടിഫൈഡ് ആവണമെങ്കിൽ എന്തായാലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആണ്. കാരണം നമുക്ക് ഇപ്പൊ നമ്മൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പണ്ട് 10th 12th ഒക്കെ ആണെങ്കിൽ ഇന്നത്തെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്. അപ്പൊ ഡിഗ്രി എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റും വേണം, അതുപോലെ തന്നെ നമ്മൾ 2 പാർട്ടും ക്വാളിഫൈഡ് ആവണം. ഈ 2 സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, IMA അല്ലെങ്കിൽ CMA US എന്ന് പറഞ്ഞ കോഴ്സ് സർട്ടിഫൈഡ് ആവും. അപ്പൊ +2 കഴിഞ്ഞ് ചെയ്യുന്ന കുട്ടികൾ എന്തായാലും ഒരുപാട് ട്രിപ്പിൾ എ ആണെങ്കിൽ IGNOU യൂണിവേഴ്സിറ്റി ത്രൂ നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ചോദിച്ചിട്ടുണ്ട് പ്ലേസ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം. CMA US നമ്മൾ പ്ലേസ്മെന്റ് ഭയങ്കരമായിട്ട് CV കൊണ്ട് ഓരോ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ MNCസിന്റെ പുറകെ നടക്കേണ്ട കാര്യം കേട്ടോ. നമ്മുടെ മുമ്പിൽ CMA ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളെ തേടി ഓപ്ഷൻസ് വരില്ലേ, പ്രിഫറൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ ഇരിക്കുവാണെങ്കിൽ ഒരു 10 ആൾക്കാർ ഇരിക്കുവാണെങ്കിൽ ഒരാളുടെ പേരിന്റെ മുന്നിൽ നമ്മൾ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ജോബ് കിട്ടാൻ ചാൻസ് ആർക്കായിരിക്കും ഈ CMA US പഠിച്ച പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച എല്ലാ സ്റ്റുഡൻസിനും അതിന്റേതായിട്ടുള്ള പവർ ഉണ്ട്. സാധാരണ നമ്മൾ സാറ് ഭയങ്കര ഫിലിം ഒക്കെ കാണുന്ന മീനാണ്. ഫ്ലവർ അല്ല, ഫയർ അല്ല, ഡയലോഗ് വരും. മാറിപ്പോയി, കുഴപ്പമില്ല. ശരി, ഇടയ്ക്ക് ചളിയൊക്കെ വരും, കുഴപ്പമില്ല. CMA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അഹങ്കാരം ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്, പാവ. ശരി സാർ, കല്യാണം ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ അല്ലേ സാറേ? കല്യാണം ഞാൻ വീട്ടില് ചെറുതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടുണ്ടോ ഈ വീട്ടുകാരെന്ത് പറഞ്ഞു? ചെറുതായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആരും കേട്ടിട്ടില്ല. പതുക്കെ പോയി പറഞ്ഞു, താല്പര്യമില്ലായ്മയില്ല, പതുക്കെ പറഞ്ഞു, പക്ഷെങ്കിൽ ആരും കേട്ടിട്ടില്ല. ഇത് യൂട്യൂബ് ലൈവ് ആണ്, മാട്രിമോണി പ്രൊഫൈലൊക്കെ. ശരി, ഓക്കെ. സ്വീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അടിപൊളി. ശരി, ഇനിയിപ്പം ഇതിനകത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്,
വൈ someone going to teaching field after completing CMA USA? പാഷൻ പറഞ്ഞു കൊടുക്കുക സാർ. പാഷനാണ് അല്ലേ? എല്ലാരും CMA ക്വാളിഫൈ ചെയ്ത എല്ലാരും MNCs ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇതാര് പഠിപ്പിക്കും? അതെ ശരി, ഇതാര് പഠിപ്പിക്കും? നമ്മളെ പഠിപ്പിക്കാൻ സ്മാർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് വേണ്ടേ? അവളോ എനിക്ക് ഫസ്റ്റ് ടീച്ചിങ്ങിനോട് കുറച്ച് ഇഷ്ടമാണ്. കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ഡൗട്ട് ക്ലിയർ. ഞാൻ പഠിക്കുന്ന സമയത്ത് മറ്റുള്ള കുട്ടികൾക്ക് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യുന്നത് കുറച്ചും കൂടി ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് എന്തായത് ടീച്ചിങ് ഫീൽഡിലേക്ക് ഏകദേശം 2 year ആയിട്ട് ഞാൻ ട്രിപ്പിൾ ടീച്ചിങ് CMAസിന്റെ ഫാക്കൽറ്റിയാണ്. ഗ്രേറ്റ് ഡീൽ. യെസ്, സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള എല്ലാവരും ജസ്റ്റ് MNCസിലും മറ്റും പുറത്തേക്കൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള കോഴ്സിന് അപ്പൊ നമുക്ക് എന്തുണ്ട്, ഫാക്കൽറ്റീസിന് ഡിമാൻഡ് കൂടും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല പേ സ്കെയിൽ കിട്ടും. നിങ്ങൾക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ടീച്ചിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ബെറ്റർ ഓപ്ഷനാണ്. സാലറി ഒന്നും പറയൂല. സാലറി ഒന്നും പറയില്ല. വേണമെങ്കിൽ മറ്റൊരു കാര്യം പറയാം. ഞാൻ 2 വർഷം ടീച്ചിങ്, ഞാൻ സ്വന്തമായിട്ട് ഒരു കാർ വാങ്ങിച്ചു 2 വർഷം കൊണ്ട്. പെർഫെക്റ്റ്. അതാണ് വേണ്ടത്. ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുന്നതാണ്. ഫയർ. ശരി, ഓക്കെ. ദെൻ അതാണ് ആർക്കർ അങ്ങനെ എന്തോ ആണ് ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ CMA USA സെമി ക്വാളിഫൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. സെമി ക്വാളിഫൈഡ് ആയാലും മീൻസ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ. യെസ്. 5 into സാലറി കുറച്ച് കൂടുതലല്ലേ? സാലറി 5x സാലറി കുറച്ച് കൂടുതലല്ലേ? 10,000 കിട്ടുന്ന സമയത്ത് 5x എന്ന് പറയുമ്പോൾ 50,000 അല്ലേ ഉള്ളൂ. 50,000 to 60,000 ആണ് സാലറി, ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ. കമ്പനി ഡിപ്പെൻസ് ആണ്. ചില കമ്പനി ഇപ്പൊ 35,000 to 40,000 കൊടുക്കുന്നുണ്ട്, 40 to 50,000. കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂക്ക് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്ന സാലറി ഫിക്സ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ നമ്മൾക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് ജോലിയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഓപ്പർച്യൂണിറ്റീസും പാക്കേജസും കൂടുന്നുള്ളതാണ്. പേ സ്കെയിൽ കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പേ സ്കെയിൽ കൂടും, ഡിമാൻഡ് ഉണ്ടെങ്കിൽ പേ സ്കെയിൽ കൂടും. നമ്മൾ ഈ CMA USA പോലുള്ള കോഴ്സുകളൊക്കെ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി എല്ലാവരും അറിയാൻ തുടങ്ങിയത് ഈ ഇടയ്ക്കാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് CMA USA എന്ന് പറഞ്ഞ കോഴ്സ് ആർക്കും അറിയില്ല. ഏതോ കോഴ്സിനെ അവൻ പഠിക്കാൻ പോകേണ്ടത് നാട്ടിൽ പറയല്. ഇപ്പൊ ഏകദേശം എല്ലാവർക്കും ചോദിച്ചാൽ ഏകദേശം അറിയാം എല്ലാ പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ചിട്ടും CMA USനെ കുറിച്ചിട്ടും. കാരണം അത്രയും നമ്മൾ മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്, അത്രയും കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Same again, നമ്മൾ സെയിം ക്വസ്റ്റൻ. What is the expected salary range for someone with a CMA USA certification in the first few years after completing the certification? അത് കഴിഞ്ഞ് തുടക്കത്തിൽ CMA USന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന സാലറി റേഞ്ച് എങ്ങനെയാണ്? 35,000 to 60,000 റേഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന സാലറി. ഈ ലൈവ് വീഡിയോ ജസ്റ്റ് നമ്മളിപ്പം നിർത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടാവും, നിങ്ങളൊന്ന് എടുത്ത് കണ്ടോളൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോളൂ. ഇപ്പം ഒറ്റയ്ക്ക് നിങ്ങൾ മാത്രം ഓക്കെ എനിക്കൊരു CMA USനെ കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുന്ന് കാണരുത്. 10 ഫ്രണ്ട്സിനും കൂടെ അയച്ചു കൊടുക്കും. സാധാരണ ഒരു സിനിമേന്റെ ലിങ്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നൈസായിട്ട് 10 കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കും. പക്ഷേ ഇതേപോലെ അതേ മീൻസ് ആ സെയിം കാര്യം തന്നെ നിങ്ങൾ ഈ കാര്യത്തിലും ചെയ്തോളൂ. ഇതുപോലെ CMA USന്റെ ഒരു ലൈവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അയച്ചു കൊടുക്കും. അവരും കൂടെ ഇരുന്ന് കാണട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പ് ആയിട്ടിരുന്ന് കാണുമ്പോൾ പ്രത്യേകിച്ച് ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ CMA US യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ആകെ വരുന്നത് വീഡിയോ CMA USൽ എത്ര സിലബസ് ഉണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് ആണ്, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു സെക്ഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ A to Z കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കുട്ടികൾക്ക് ബെനിഫിറ്റ് ആയിട്ട് മാറും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ. സാർ അതുപോലെയുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഈ കാറ്റഗറി രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പോ IMAയിലേക്ക് രജിസ്ട്രേഷൻ വരും. ഇപ്പൊ CMA US എന്ന് പറയുമ്പോൾ നമ്മുടെ അതിൽ പറഞ്ഞു, നമ്മൾ സാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു IMA ആണ് മദർ ബോഡി എന്നുള്ളത്. അതിനകത്ത് രജിസ്ട്രേഷൻ വരുന്നുണ്ട്. നമുക്ക് 2 ടൈപ്പ് രജിസ്ട്രേഷൻ അല്ലേ വരുന്നത്? 2 സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഉണ്ട്, അതുപോലെ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ഉണ്ട്. സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊഫഷണൽ രജിസ്ട്രേഷൻ. ഇപ്പൊ നമ്മൾ ഒരു എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക, +2 കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ +2 കഴിഞ്ഞു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, ഡിഗ്രി കഴിഞ്ഞു PGക്ക് ജോയിൻ ചെയ്തു, അങ്ങനെ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡന്റ് കാറ്റഗറി എന്നുള്ളതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. മറിച്ച് ഇപ്പം +2 കഴിഞ്ഞ് ഒന്നും ചെയ്യുന്നില്ല, ഡിഗ്രി കഴിഞ്ഞൊന്നും ചെയ്യുന്നില്ല, അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ കാറ്റഗറി എന്നുള്ള രീതിയിലായിരിക്കും രജിസ്ട്രേഷൻ. കമ്പാരിറ്റീവ്ലി സ്റ്റുഡൻസ് മെമ്പർഷിപ്പ് ആണെങ്കിൽ കുറച്ച് രജിസ്ട്രേഷൻ ഫീസിലൊക്കെ എക്സാം ഫീസിലൊക്കെ കുറച്ച് റിഡക്ഷൻ ഉണ്ടാവും ഇതിനപേക്ഷിച്ച് നമ്മൾ പ്രൊഫഷണൽ മെമ്പർഷിപ്പിനെ അപേക്ഷിച്ച്. യെസ്, സ്റ്റുഡന്റ് കാറ്റഗറി ആണെങ്കിൽ അവർക്ക് നമുക്ക് എന്തായാലും 3 years അല്ലെ, 3 yearsന്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉണ്ട്. മറ്റേ പ്രൊഫഷണൽ കാറ്റഗറി ആണെങ്കിൽ 1 year ആയിരിക്കും രജിസ്ട്രേഷൻ വാലിഡിറ്റി വരെ. അതാണ് വ്യത്യാസം. പിന്നെ അക്ഷയ് സിവിന്റെ ഫ്രണ്ട് വീണ്ടും വന്നിട്ടുണ്ടല്ലോ, സ്കോളർഷിപ്പ് എല്ലാ ക്ലാസ്സിനും കിട്ടും. നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും ഇറക്കിയിട്ട് അവൻ എന്തുകൊണ്ടാണ് CMA US എടുക്കുന്ന വെച്ചാൽ അവൻ MBA കഴിഞ്ഞതാ. MBA കഴിഞ്ഞിട്ട് ഇപ്പം ജോലിക്ക് കയറി ദുബായ് ഗൾഫിൽ ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ അക്ഷയ് സിവി എന്ന് പറഞ്ഞത്. അപ്പൊ അവന് തോന്നി ഒന്നും കൂടെ പഠിച്ചാലേ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. കാരണം അവൻ ഇന്റർവ്യൂനൊക്കെ ഏകദേശം ഒരു മന്ത് അവൻ എന്ത് ചെയ്യും, 1 മാസം അവൻ എന്ത് ചെയ്തിട്ട് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവൻ ഏകദേശം അറിയാം പഠിച്ചാലുള്ള ഒരു ഗുണം. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, എന്നോട് CMA USA ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്.
ഓക്കെ. ഇപ്പൊ നമ്മൾ സ്കോളർഷിപ്പ് എക്സാം ഓഫ്ലൈൻ ആയിട്ട് മാത്രമാണോ നടത്തുന്നത്? സ്കോളർഷിപ്പ് എക്സാം ആർക്കാ? സ്കോളർഷിപ്പ് എക്സാം ഓഫ്ലൈൻ മാത്രല്ലേ? ഇപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ടായിരുന്നു നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്താന്ന് വെച്ചാല് നമ്മള് ഈ വരുന്ന 29th സൺഡേ ട്രിപ്ലൈന്റെ എല്ലാ ബ്രാഞ്ചസിലും കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ് നമ്മുടെ 3 ബ്രാഞ്ചസിലും 29th സൺഡേയില് മോർണിംഗ് 11 o'clock രാവിലെ 11 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം, ഈ CCAT-ന്റെ സ്കോളർഷിപ്പ് എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റും. 30 മിനിറ്റേ ഉള്ളൂ. ഈ 30 മിനിറ്റ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഓക്കെ, ദിസ് ഇസ് സ്കോളർഷിപ്പ് ഓഫ്ലൈൻ സ്റ്റുഡൻസിന് ഓൺലൈനും ഹൈബ്രിഡ് എല്ലാവർക്കും കയറാം, എല്ലാവർക്കും കയറി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ സുവർണ ഒരു ഹായ് തരുമെന്നുള്ളത് എന്താ കാണാഞ്ഞേ? ബാക്കി അതുൽ സാർ എന്ന് പറയുന്നൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഹായ് തരുന്നു, ഹായ് എന്നൊക്കെ. ശരി, ഹായ്. ശരി സർ, എക്സാം എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? സാറിന്റെ എക്സാം ഞാൻ ഫസ്റ്റ് എക്സാം 2 എക്സാം എഴുതാൻ പോയത് ബാംഗ്ലൂരാണ്. അപ്പൊ ഫസ്റ്റ് എക്സാം എഴുതാന്ന് പറഞ്ഞാല്, കാരണം നമ്മൾ +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് മാനുവൽ എക്സാം പേപ്പറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാം എഴുതുന്നത്. പക്ഷെ നമ്മൾ CMA US ഇങ്ങനത്തെ ഫോറിൻ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പേടിയുണ്ട് എനിക്ക്, നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് ആ കമ്പ്യൂട്ടറിൽ എങ്ങനെ എക്സാം ചെയ്ത് അതിൻ്റെ ഒരു പ്രാക്ടീസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് എക്സാം എഴുതുമ്പോൾ നല്ല പേടിച്ചിട്ടാണ് എന്ത് ചെയ്തത്, എക്സാം നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് എക്സാം ചെയ്തത്. കാരണം നമ്മൾ ഇത്രയും ഫീസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എക്സാം ചെയ്താൽ പോകുന്നില്ല. അതുകൊണ്ടുള്ള ആ പേടി നല്ല രീതിക്ക് എനിക്ക് റിപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിക്കോട്ടെ എല്ലാ സ്കില്ലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. MCQ ഉണ്ട്, അതുപോലെ തന്നെ essay ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാത്തിനും പ്രാക്ടീസ് നമ്മൾ കമ്പ്യൂട്ടർ ത്രൂ തന്നെയാണ് സ്റ്റുഡൻസിന് എന്ത് ചെയ്ത് കൊടുക്കുന്നത്. MCQ മറ്റേ കറക്കി കുത്താൻ പറ്റുമോ? കറക്കി കുത്തലൊന്നും നടക്കില്ല. ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ബാലൻസ് ഉണ്ടെങ്കിൽ എന്റെ ഒരു പ്രതീക്ഷ വേണമെങ്കിൽ കുത്താം. നെഗറ്റീവ് വരുമോ? നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ല, കാര്യങ്ങളൊന്നും നെഗറ്റീവ് മാർക്സ് ഒന്നും നമുക്കില്ല. അപ്പൊ ഈ MCQ പറയുമ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ കറക്കി കുത്തി എണ്ണി ഒന്നും എടുക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല, അങ്ങനത്തെ എണ്ണി എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഈ എസ്സേസ് പറയുമ്പോ നമുക്ക് 2 essays ആണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ എസ്സേയില് കുട്ടികൾ ചോദിക്കുന്നത് സാറേ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണോ തിയറി ആണോ? പ്രോബ്ലംസും ചോദിക്കുന്നുണ്ട്, തിയറീസും ചോദിക്കുന്നുണ്ട്. പക്ഷെ മെജോറിറ്റി ആണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എസ്സേസ് എന്തായിരിക്കും, തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും. നമുക്ക് 2 essays ആണ് ഉള്ളത്. 2 essay ആണെങ്കിൽ ഒരു essay എടുക്കുവാണെങ്കിൽ ഒരു 6 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 6-5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മറ്റേ essay എടുക്കുവാണെങ്കിൽ അവിടെ ഒരു 6-5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒന്നിക്കല് പ്രോബ്ലംസ് ചോദിക്കും, അല്ലെങ്കിൽ തിയറി ചോദിക്കും. പക്ഷെ മെജോറിറ്റി കേസിൽ കൂടുതൽ ചോദിക്കുന്നത് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ essay ക്വസ്റ്റ്യൻ വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട നമ്മള് +2 അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ വാരി വെച്ച് 2-3 പേജ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ ക്വസ്റ്റ്യനും ഒരു 2-3 ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ മതി. കാരണം 1 hour ആണ് essayക്ക് ഉള്ളത്. 1 hour കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 essayക്ക് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. അതായത് ഒരു essayക്ക് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പൊ ഏകദേശം 12 ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 1 മണിക്കൂർ കൊണ്ട് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് essay ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഇനി ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ്, CMA USന്റെ ഒക്കെ കുറെ ഡീറ്റെയിൽസ് അറിയണം, ട്രിപ്ലൈയിലെ ബാച്ച് ഡീറ്റെയിൽസ് അറിയണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാച്ച് ഫൈൻഡർ യൂസ് ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞ ട്രിപ്ലൈന്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യാം. സെയിം ടൈം നമ്മുടെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എല്ലാ അപ്ഡേറ്റ്സും, നമ്മുടെ ലൈവ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, പുതിയ മീൻസ് കോഴ്സസിന്റെ അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, എക്സാം രജിസ്ട്രേഷൻ, സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നമുക്ക് എപ്പോഴാണ് രജിസ്ട്രേഷൻ, എക്സാമിന്റെ രജിസ്ട്രേഷനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോഴ്സിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത അങ്ങനെ A to Z കാര്യങ്ങൾ ട്രിപ്ലൈന്റെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് എപ്പോഴും ടച്ചിലിരിക്കാം. ഓക്കെ, ദെൻ അപ്പം സർ ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് വരുന്നത്. ഇനിയും ചോദ്യങ്ങളുണ്ട്, ചോദ്യങ്ങൾ തീർന്നു പറയില്ലേ നമ്മൾ? സർ ചോദ്യങ്ങളൊക്കെ തീർന്നു. ഓക്കെ, ശരി, എന്നാ ബായ് എന്നൊക്കെ ബായ് അല്ല സർ. അതുപോലെ നമ്മൾ ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽ പരിപാടികൾ, ഇതൊരു സോഫ്റ്റ്വെയർ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. CMA USന്റെ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിന്റെ ഒരു പരിപാടികൾ എങ്ങനെയാണ്? അതായത് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പൊതുവെ യൂസ് ചെയ്യുന്നത് ഹോക്ക് സോഫ്റ്റ്വെയർസ് ആണ്. ഹോക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ വൈലി ഉണ്ട്, ഗ്ലിം ഉണ്ട്, പിന്നെ ബെക്കർ എന്ന് പറഞ്ഞ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിപ്ലൈ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറും ഹോക്ക് സോഫ്റ്റ്വെയർ ആണ്. അല്ല, നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുവാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഹോക്ക് സോഫ്റ്റ്വെയർ ആണ്. കാരണം ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മെറ്റീരിയൽ പറഞ്ഞാൽ ഹോക്കിന്റെ സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ തോന്നുന്നു എനിക്ക് 90% സ്റ്റുഡൻസും ഹോക്ക് സോഫ്റ്റ്വെയറിനായിരിക്കും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നുണ്ടാവും. നല്ല സ്റ്റൈൽ ആൻഡ് സ്മൈൽ ആണ് സാറിന്റെ. ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട്
കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ സാറിന്റെ നല്ല ചിരിയാണ്, കണ്ണുകളാ ചിരി അടിപൊളിയാണെന്നൊക്കെ. ശരി, അതിൽ ഇത് കമന്റ് ഒക്കെ ചെയ്യണട്ടോ അനിൽ സാർ. ഒന്നും അറിയാത്ത പോലെ കള്ളന്നൊക്കെ കമന്റ് ബോക്സിൽ സീനും സാറിന് അറിയാം. സാറിന്റെ ഏതോ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുട്ടോ. സാർ ഇവിടെ പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് ഫേക്ക. ശരി, അക്ഷയ് CV വീണ്ടും സാറിന്റെ കൂട്ടുകാരൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എല്ലാ ക്ലാസ്സിനും കിട്ടുമോ, ലൈക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ഹൈബ്രിഡ്? യെസ്, നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്പെഷ്യൽ ബെനിഫിറ്റ് ഉണ്ട്, എന്റെ കെയർ ഓഫിലായോണ്ട് സെറ്റ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ റഫറൻസ് അതിൽ സർക്ക ദോസ്ത് നമ്മള് റഫറൽ ഇതൊക്കെ പറഞ്ഞാൽ മതി, ഇവിടെ പറഞ്ഞാൽ മതി, ഫ്രണ്ട് ഓഫീസിൽ പറഞ്ഞാൽ മതി. ശരി സർ, ഞാൻ ഈവനിങ് ബാച്ചിലാണ് പഠിക്കുന്നത്. 9 to 5 ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് ചെയ്യാമോ? അതായത് ഈവനിങ് ബാച്ചിലാണ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിന്റെ ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈവനിങ് ബാച്ച് ഉണ്ട്. അത് ഹൈബ്രിഡ് ക്ലാസ്സിലേക്ക് ചേഞ്ച് ആവുന്നു. ഹൈബ്രിഡിൽ ഓഫ്ലൈനിലേക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് മാറുന്നല്ലേ? അത് നമുക്ക് അതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇൻ കേസ് നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് നിങ്ങൾ അവിടെ ക്ലാസിന്റെ കോർഡിനേറ്റർ ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. നമുക്ക് ഇവർക്ക് എല്ലാവർക്കും ക്ലാസ്സിന് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും, അവരായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ നമ്പർ താഴെയുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എനിക്കൊരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്, നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാം. ആ ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഫാത്തിമത്ത് ലുബ്ന. ഫീ സ്ട്രക്ചർ മലബാർ മല്ലു. ഫീ സ്ട്രക്ചറും ഈ പറഞ്ഞ പോലെ നമ്മളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ മതി. നമ്മൾ അതിന്റെ ഫീ ഡീറ്റെയിൽസ് ഓഫ്ലൈനും ഓൺലൈൻ ഹൈബ്രിഡ് അതുപോലെ ഈവനിങ് ക്ലാസ്സസ് എല്ലാത്തിനും ഡിഫറൻസ് ഉണ്ട്. എല്ലാം കൂടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ സമയം ലുക്ക് തന്നെ ഇല്ല ഞാൻ നിക്കണം. ഇത്രയൊക്കെ കണ്ട സ്ഥിതിക്ക് സാർ ഇതും കാണണം അല്ലേ? സാർ അതും കൂടുതൽ തോന്നുന്നു. അല്ല, ഞാൻ പഠിപ്പിക്കുന്നില്ലല്ലോ, എനിക്കിവിടെ അല്ലെ കുറച്ച് പേര് ഇത് തന്നെ കിട്ടിയത്. എണ്ണി നോക്കുവാണോ കൗണ്ട് ഒക്കെ എടുക്കുന്നത്? ഓക്കെ, അതുൽ സാറിന് 5, എനിക്ക് 2, മറ്റേ കോമ്പറ്റീഷൻ ഒക്കെ. ശരി, ഫീ സ്ട്രക്ചർ പറഞ്ഞു. ഈവനിങ് +2 കഴിഞ്ഞ് ഡയറക്റ്റ് പോവാൻ പറ്റും. അനാമിക ഇത്രയും നേരം എന്താ കേട്ടോണ്ടിരുന്നത് അല്ലെ? അനാമിക എന്താണ് കേട്ടോണ്ടിരുന്നത്? സാർ, +2 കഴിഞ്ഞ് ഡയറക്റ്റ് പോവാൻ പറ്റുമോ? ഡയറക്റ്റ് ഒരു ഫാക്കൽറ്റിനോട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ഡയറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു പോകാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒന്നും കൂടി ബാക്ക് അടിച്ച് പോവാണെങ്കിൽ ഞാൻ +2 ഡയറക്റ്റ് ഡിഗ്രിക്ക് പോവാണ്ട് CMUS പോയേനെ. പെട്ടെന്ന് കഴിയുന്നു. ശരി, അതിൽ സാർ വീണ്ടും ശരി. ആ ലേൺ ട്രാവലർ തന്നെയാണ് സുബർണ മാം, ലുക്ക് തന്നെയാണ്. അത് രണ്ടുപേർക്കുള്ളതാണ്. CMA കംപ്ലീറ്റ് ചെയ്ത ഒരാളുടെ വർക്ക് എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവിന്റെ ഫസ്റ്റ് ഏരിയ ഒന്ന് നോക്കണേ പ്ലീസ്. ഫാക്കൽറ്റീസ് ആരൊക്കെയാ? ഫാക്കൽറ്റീസ് ഞാനുണ്ട്, നമ്മൾ കൊച്ചി കാലിക്കട്ട് ഞാനുണ്ട്, അതുപോലെ തന്നെ അബ്ദു സാറുണ്ട്, അർഷാ സാറുണ്ട്, പിന്നെ നുമാൻ സാറുണ്ട്. ഇവരൊക്കെയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് CMUS ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, 29th കഴിഞ്ഞ സ്കോളർഷിപ്പ് കിട്ടില്ലേന്ന്? യെസ്, 29th നമ്മള് ബൾക്കായിട്ട് ഇപ്പൊ എല്ലാരെയും വെച്ചുകൊണ്ട് ഒരുപാട് സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ സെന്ററിലും ഒരുമിച്ച് ഒരു എക്സാം നടത്തുന്നുള്ളൂ. അതിനുശേഷം വരുമ്പോൾ നമ്മൾ ഇതിനകത്തൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആദ്യം വരുന്ന 1000 പേർക്കായിരിക്കും നമ്മൾ ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ 1000ന്റെ ഉള്ളിൽ വരാനായിട്ട് ട്രൈ ചെയ്തോളൂ. അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിരിക്കും. അതിനൊരു ക്രൈറ്റീരിയ നിങ്ങളുടെ മാർക്ക് മാത്രമാണ്. എക്സാം നല്ല ടഫാണോ? ആണോ? എക്സാം നല്ല ടഫാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം എന്താ ഞാൻ പറഞ്ഞില്ലേ, പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടഫ്നെസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ട്രിപ്പിൾ നല്ല സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഫാക്കൽറ്റീസ് ഇവിടെ ലീവ് ആണെങ്കിലും ഫുൾ ടൈം നിങ്ങൾക്ക് മെന്ററിംഗ് ഉണ്ട്. നമ്മൾ ട്രിപ്പിൾ ഏകദേശം എനിക്ക് തോന്നുന്നു 4 മെന്റേഴ്സ് ഉണ്ട്. ഈ 4 മെന്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോളോ ചെയ്യാനും അതുപോലെ നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും വേണ്ടി 24 hours നമുക്ക് 4 മെന്റേഴ്സ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫാക്കൽറ്റീസ് ഇല്ലെങ്കിൽ ഞാൻ അത്രയും സമയം വീട്ടിൽ വെറുതെ ഇരിക്കല. പക്ഷെ നമ്മൾ ട്രിപ്പിൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ ക്ലാസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനുള്ള സമയം ഉണ്ടല്ലോ. 9 മണി തൊട്ട് നമുക്ക് ഇവിടെ 6 മണി വരെ നമ്മൾ സ്റ്റഡി റൂം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെന്റേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരോട് ചോദിക്കും. ഇപ്പൊ പേഴ്സണൽ എന്നോട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്ത് ചെയ്യുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ഏത് സമയത്താണെങ്കിലും പറഞ്ഞത്. സാർ, ഈ എക്സാമിന് അല്ലെങ്കിൽ CMUSന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏജ് ലിമിറ്റ് ഒക്കെ ഉണ്ടോ? ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഇപ്പൊ നമ്മള് എന്റെ പഴയ സ്റ്റുഡന്റ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 27 അല്ല 31 ഏജ് ഉള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ടായിട്ടുണ്ട്. സാറ് 31 ഏതായിരുന്നു കംപ്ലീറ്റ് ചെയ്തത്? ഞാൻ 31 ഞാൻ ആകെ എനിക്ക് 24 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ ഏകദേശം 2022 എന്ത് ചെയ്തത്, CMUS കംപ്ലീറ്റ് ആക്കി. ഇപ്പൊ ഏകദേശം 24 വയസ്സേ ആയിട്ടുള്ളൂ. ശരി, വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഈശ്വര സെൽഫ് പ്രൊമോഷനും ഇവിടെ യൂട്യൂബ് ലൈവിൽ വന്നിട്ട് ആരെ കൊണ്ടൊക്കെ കമന്റ് ഇടിപ്പിക്കുന്നു.
എന്താണ് സർ സെൽഫ് പ്രൊമോഷൻ? ശരി, ഇനി നമ്മളിപ്പോ ചോദിക്കുന്ന പോലെ 1 ഇയറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? 1 ഇയറിൽ തന്നെ തീരുമോ നമ്മുടെ ഈ CMA US? 1 ഇയർ കൊണ്ട് തീരാൻ പറ്റും. അല്ലെങ്കിൽ 1 ഇയർ നമ്മൾ പറയേണ്ട ആവശ്യം, നമുക്ക് ഏകദേശം അറൌണ്ട് 1.5 ഇയേഴ്സ് അല്ലെങ്കിൽ 1 ഇയറും ഏകദേശം 3 മന്ത്. കാരണം നമുക്ക് എന്തായാലും 8 മാസം 9 മാസം ക്ലാസ് ഉണ്ട്. 8 മാസം 9 മാസം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ബാക്കിയെല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ ക്ലാസ് കഴിയുന്ന ടൈമാണ് ഇത് 8 അല്ലെങ്കിൽ 9 മാസം. ക്ലാസ് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മള് പാസ്സാവണ്ടേ? പാസ്സാവണമെങ്കിൽ 2 മന്ത് നമ്മൾ പഠിച്ചിട്ട് എക്സാം എഴുതണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആവറേജ് ആയിട്ടാണ് പറയുന്നത് 1.3 മന്ത്. അപ്പം ഏത് ഡിഗ്രി ആയിരിക്കും ഇതായിട്ട് സ്യൂട്ട് ആവാന്ന് പറയുന്നത്? ഇപ്പം ചിലരുണ്ടാവും ലിറ്ററേച്ചർ എടുക്കുന്ന ആൾക്കാരുണ്ടാവും, BCom, BBA, അങ്ങനെ പലതുണ്ട്. അപ്പം ഏത് ഡിഗ്രി ആയിരിക്കും CMA US കുറച്ചും കൂടെ ആപ്റ്റ് ആവുന്നത്? +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് ഡിഗ്രി എടുക്കാൻ തീരുമാനിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ഒന്നിക്കൽ BBA അല്ലെങ്കിൽ BCom അല്ലെ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രീസ് എന്ത് ചെയ്യുക, പഠിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പം കുറച്ചാൾ BA ഇംഗ്ലീഷ്, നമ്മൾ നേരത്തെ പറഞ്ഞ BSc കെമിസ്ട്രി അല്ലെങ്കിൽ BA എക്കണോമിക്സ് അങ്ങനെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പ്രശ്നമല്ല. കാരണം നമ്മൾ അങ്ങനെ പഠിച്ചിട്ട് വരുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പാസ്സാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് എക്സാം ചെയ്ത കുട്ടി BSc കെമിസ്ട്രി പഠിച്ച സ്റ്റുഡന്റാ. അപ്പൊ ഇന്ന ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യണ്ട, നോക്കണ്ട. എക്സാം നല്ല ടഫ്, ഏജ് 24. ഓ അത്ഭുതമൊക്കെ സാർ. ശരി, എക്സാം നല്ല ടഫ് ആണോ എന്ന് ചോദിക്കണോ? എക്സാം ടഫ് എന്നല്ല, പഠിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഏകദേശം 65% ആയി ഡിഗ്രിക്ക് മാർക്ക് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് അറ്റംപ്റ്റ് നല്ല രീതിക്ക് പഠിച്ചിട്ട് പാസ്സായിട്ടുണ്ട്. ടഫ്നെസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, യെസ്, നമ്മുടെ ട്രിപ്ലൈന്റെ 3 ബ്രാഞ്ചസിലും നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മളെ കണക്ട് ചെയ്താൽ മതി, അതിലൊന്നും പേടിക്കണ്ട. വൺസ് നിങ്ങൾ ട്രിപ്ലൈന്റെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫെസിലിറ്റീസ് കാര്യങ്ങൾ, നോ വറീസ്, നോ ടെൻഷൻ, വി വിൽ ടേക്ക് കെയർ ഓഫ് യു. ഓക്കെ, then can I take the 2 parts of the CMA exam in any order? Part 1, part 2? ഇല്ല, അങ്ങനെ ഓർഡർ ഒന്നുമില്ല. ഇപ്പൊ നമ്മളൊരു 2 ബാച്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു ബാച്ചിന് സ്റ്റാർട്ട് ചെയ്തത് പാർട്ട് 1 ആണ്, അടുത്തൊരു ബാച്ചിന് സ്റ്റാർട്ട് ചെയ്തത് പാർട്ട് 2 ആണ്. അപ്പൊ നമുക്ക് എക്സാം എഴുതുവാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ട്, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. ഇന്ന പാർട്ട് തന്നെ ഫസ്റ്റ് ചെയ്തെന്ന് ഒരാൾ പറയത്തില്ല. നിങ്ങൾ 2 പാർട്ടും പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്തോ എക്സാം എഴുതിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു പാർട്ട് പഠിച്ചോ, ഒരു പാർട്ട് പഠിച്ചിട്ട് വേണമെങ്കിൽ അതിന്റെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, അടുത്ത പാർട്ട് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നല്ല ഫ്ലെക്സിബിലിറ്റി, ഓൺ ഡിമാൻഡ് എക്സാം. അതുപോലെ തന്നെ നമ്മൾ എക്സാം വിൻഡോ എന്ന് പറഞ്ഞാൽ ഒന്ന് ജനുവരി ഫെബ്രുവരി, ഒരു ഇയർ എടുക്കുവാണെങ്കിൽ ജനുവരി ഫെബ്രുവരി ഉണ്ട്. അതുപോലെ തന്നെ മെയ് ജൂൺ ഉണ്ട്, സെപ്റ്റംബർ ഒക്ടോബർ, ഈ 3 വിൻഡോസിലായിട്ടാണ് എക്സാം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഫോറിൻ കോഴ്സിന്റെ അല്ലെങ്കിൽ CMA USന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഏത് മന്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റ് ഇഷ്ടപ്പെട്ട ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കോഴിക്കോട് സെന്റർ ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, പിന്നെ ബാംഗ്ലൂർ, ചെന്നൈ, നമുക്ക് ഇവിടെ വേണമെങ്കിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. യെസ്, സ്കോളർഷിപ്പ് ക്വസ്റ്റ്യൻസ് എന്താണ് മീൻസ് സബ്ജക്ട്? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. മീൻസ് സിംപ്ലി നമുക്ക് സിംപ്ലി കുഞ്ഞ് നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൊമേഴ്സിന്റെ ഒരു ബേസിക്സും അങ്ങനത്തെ കാരണം കൊമേഴ്സ് കോഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൊമേഴ്സിന്റെ ബേസിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക് പ്ലസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ, ലൈവ് ഒന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നൊക്കെ അങ്ങനെ. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ബേസിക് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും 8 months ക്ലാസ് ഫോർ ബോത്ത് പാർട്ട് ഫോർ 1 പാർട്ട്, ബോത്ത് പാർട്ടാണ് കേട്ടോ. പക്ഷേ 8 അല്ലെങ്കിൽ 9 month മാക്സിമം 2 പാർട്ടിന് കൂടി. ഏകദേശം ഒരു പാർട്ടിന് ഏകദേശം ഒരു 4 month ഒക്കെയാണ് നമ്മൾ പൊതുവെ എടുക്കാറ്. പിന്നെന്താ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ എങ്ങനെ ഫാക്കൽറ്റീസ് തന്നെ ആയിരിക്കും? അത് മാക്സിമം ഫാക്കൽറ്റീസ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ഇല്ലെങ്കിലും മെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ക്ലാസ് എടുക്കുന്നില്ല, ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണെങ്കിൽ പ്രശ്നമില്ല, ഇവിടെ മെന്റേഴ്സ് നിങ്ങളെ ഹാൻഡിൽ ചെയ്യണ്ടോ. നമുക്കിപ്പോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആൾക്ക് 3 രീതിയിലുള്ള ഗൈഡൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഫസ്റ്റ് ഹാൻഡ് എന്നുള്ള രീതിയിൽ ഫാക്കൽറ്റി ഉണ്ടാവും, സെക്കൻഡ് ഹാൻഡ് ലൈക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് മെന്റേഴ്സ് ഉണ്ടാവും. മെന്റേഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിനും കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. അപ്പം ഈ ഒരു 3 സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും അസിസ്റ്റൻസും നിങ്ങൾക്ക് കിട്ടും. സെയിം ടൈം നമ്മൾ ട്രിപ്ലൈ ഹോൾ ഫാമിലി വിത്ത് യു ഗൈസ്, നമ്മൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് സപ്പോർട്ട് കാര്യങ്ങൾ തരും. എന്തൊക്കെ സംശയങ്ങളാണെങ്കിലും കൺസേൺസ് ആണെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്താൽ മതി, നമ്മൾ ക്ലിയർ ചെയ്ത് തരും. നമുക്കിവിടെ അടിപൊളിയാക്കാം. ഷോർട്സ് ട്യൂബ് എനിക്ക് അറിയുന്നത് കുട്ടിയാവും കേട്ടോ. അതുൽ സാർ എഗ് ഫ്രീസറിൽ വെച്ചല്ലോ, ഞാൻ എഗ് ഫ്രീസറിൽ വെച്ചു പോയി. അതായത് നമ്മള് ലുലുവിൽ പോയിട്ട് നമ്മള് 2 സാധനം വാങ്ങിച്ചു, ഒന്ന് എഗ് വാങ്ങിച്ചു, ഒന്ന് ഐസ്ക്രീം വാങ്ങിച്ചു. ഐസ്ക്രീം ഇവിടെ വെക്കണം, ഫ്രീസറിൽ വെക്കണം. ഞാൻ പോയിട്ട് എഗ് എന്ത് ചെയ്തു, ഫ്രീസറിൽ വെച്ചു. പിറ്റേ ദിവസം എണീക്കുമ്പം കല്ല് പോലെ അതാണ്. അപ്പൊ എനിക്ക് അറിയുന്ന ആദ്യം ഒരു ഫേക്ക് അക്കൗണ്ട് ആക്കിയിട്ട് അയക്കുന്നതാണ്. എത്ര സ്നേഹമുള്ള ആൾക്കാരാണ് സാറിന് ചുറ്റും. എഗ് ഫ്രീസറിൽ വെച്ചാൽ കൊച്ചിയിൽ പഠിക്കുന്ന ഏതോ സ്റ്റുഡന്റ് ആണ്. അവിടെ ആണല്ലേ കഥ പറഞ്ഞിട്ടുള്ളത്? അവിടെ ഞാനല്ല, മറ്റു ഫാക്കൽറ്റീസ് പറഞ്ഞു അതൊക്കെ വെറും എന്താ പറയാ ആരോപണങ്ങൾ മാത്രമാണ്. അതുൽ സാർ ഒരു
മാന്യനാണ് കറക്റ്റ് അല്ല, കേൾക്കുന്നതൊന്നും സത്യമല്ല. ശരി, 8 months ക്ലാസ് ഫോർ ബോത്ത് പാർട്ട് ഓർ ഫോർ വൺ പാർട്ട്? ബോത്ത് പാർട്ടിന് കൂടിയിട്ടാണ് നമ്മൾ 8 month അല്ലെങ്കിൽ 9 month പറയുന്നത്. ഒരു പാർട്ടിന് ഏകദേശം 4 month. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി റിവിഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ 1.5 years പറയുന്നത്, ബാക്കി എക്സാമിന്റെ എല്ലാത്തിന്റെ സമയം. പിന്നെ നമ്മൾ മുർഷിദ് ഉണ്ട്. മുർഷിദ് എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് ട്രിപ്പിൾ സ്റ്റുഡന്റ് ആണ്. മുർഷിദ് ഒരു പാർട്ട് ക്വാളിഫൈഡ് ആണ്. അടിപൊളി, ക്വാളിഫൈഡ് ആണ്, സെമി ക്വാളിഫൈഡ് ആണ്. അടിപൊളി, ഒരു പാർട്ടും കൂടെ കഴിഞ്ഞാൽ CMA മുർഷിദ് ആവും. പഠിച്ചുകൊണ്ട് നിൽക്കുവാണ് തോന്നുന്നു. ഡിഗ്രി ഡിസ്റ്റൻസ് ഡൗട്ട് ചോദിക്കണ്ടല്ലേ? ഡൗട്ട് ചോദിക്കുന്ന സ്റ്റുഡന്റ് ആണ് മുർഷിദ്. മുർഷിദ് രണ്ട് ഇന്ന് ഞാൻ ലൈവില് കയറുന്നതിന് മുന്നേ ഡൗട്ട് ചോദിച്ചു. ലൈവ് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് മനസ്സിലാവും. പോയിട്ട് വന്നിട്ട് പറഞ്ഞതാണ്. ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് എടുത്താൽ വാല്യൂ ഉണ്ടാവില്ല എന്നാണ്. ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് എടുത്താൽ വാല്യൂ ഉണ്ടാവും. അത് നല്ല യൂണിവേഴ്സിറ്റി, ഇപ്പൊ ഇഗ്നോ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് എടുത്താൽ നല്ല വാല്യൂ ഉണ്ടാവും. പിന്നെ ലോക്കൽ ഒരുപാട് യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റി നിങ്ങൾ പോകാണ്ടിരിക്കുക. അത്യാവശ്യം ഒരു വേൾഡിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 10 നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുവാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എടുത്തിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. പറഞ്ഞ പോലെ മാക്സിമം ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിട്ട് മാത്രം നിങ്ങൾ അങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നന്നായിട്ട് നടത്തുക. ബാച്ച് 1 കൊച്ചിയിലാണ്, നമ്മളെ കൊച്ചിയിലാരുമാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് Q&A സെഷൻ. ഇങ്ങനെ ഇതൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും അതുൽ സാർ കാര്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇതിനെ പറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ നമുക്ക് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്താലോ? കുഴപ്പമില്ല. അതുൽ സാറിന് പക്ഷെ ഈ കമന്റ് ഒക്കെ കണ്ടപ്പോഴേ നല്ല രസമായി. ഇനിയിപ്പോഴൊക്കെ പോണോ, ഇനിയിപ്പോ പോണോ, കുറച്ചു നേരം കൂടെ ഇരുന്നാലോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഫാൻസ് കയറുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്. കുഴപ്പമില്ല, ഓൾറെഡി ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലൈവില് ഇനി കൂടുതൽ ഇപ്പൊ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ലൈവിന്റെ റെക്കോർഡഡ് സെഷൻ കയ്യിലുണ്ടാവും, യൂട്യൂബിലും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇരുന്ന് കാണുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. CMA USA നിങ്ങളുടെ ഈ ഒരു ലൈവ് സെഷൻ നിങ്ങളുടെ കണ്ണ് തുറക്കാൻ സഹായിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെ? 1 hour നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നതിലും നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യുക, ട്രിപ്പിളിലേക്ക് കണക്ട് ചെയ്യുക, നമ്മളെല്ലാവരും ഉണ്ടാവും. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ CMA US പറ്റി കിട്ടിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. സാറിന്റെ വിശ്വാസം? നല്ലോണം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഡൗട്ട് വെച്ച സ്റ്റുഡൻസ് ഒക്കെ അടുത്ത വർഷം എന്ത് ചെയ്യണം? നമ്മളെ അക്കാദമിക് ഇയറിൽ ക്ലാസ്സിൽ ഉണ്ടാവണം. അതുൽ സർ, one song please. അത് സാർ പാടും. സാർ കമൺ സർ. വേണ്ട സർ, ലൈവ് കമൺ സർ. വേണ്ട, ഇത് പിള്ളേർ അത് മാത്രം എടുത്തിട്ട് നമ്മൾ ട്രോളാക്കും. ട്രോളാക്കാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ. എന്താണ്ട് പിള്ളേർക്ക് വേണ്ടിട്ട് സൂര്യക്ക് വേണ്ടി one song please. സൂര്യ നമ്മളെ ബാച്ച് 1 നല്ലൊരു സിംഗറാണ്. സിംഗറാണ്, സൂര്യന്റെ ഫാനാണ് ഞാൻ. സാറ് ജസ്റ്റ് ഞാൻ അങ്ങനെ നമ്മളടുത്ത ട്രിപ്പിളിന്റെ പ്രോഗ്രാമിന് നമുക്ക് സൂര്യനെ കൊണ്ട് പഠിപ്പിക്കണം. അടിപൊളി. അപ്പൊ സാറ് പാട്ട് പാടുന്നുണ്ടോ? പാട്ട് പാടിയാല് നമുക്ക് ലൈവ് പെട്ടെന്ന് നിർത്താൻ പറ്റൂല, നാണക്കേടാ വീട്ടിൽ പോകണമെന്നൊക്കെ. ശരി സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഒരു 1 hour ഇത്രയും നേരം കാര്യങ്ങളൊക്കെ കേട്ട് ഇരുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ പലർക്കും ഇത് ആവശ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നേരം ഇരുന്ന് കേട്ടത്. ഐ കൻ സീ ദ വ്യൂസ് ഹിയർ. അപ്പം കുഴപ്പമില്ല, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം കേട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിൽ. നമ്മൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. It's time to wind up. Thank you so much. Bye. Bye പറയല്ലേ? സാർ പാട്ട് പാടുന്നുണ്ടോ? പാട്ട് പാടുന്നില്ല. ഇല്ല, നമുക്കിനി അടുത്ത അക്കാദമിക് ഇയർ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. യെസ്, ക്ലാസ്സിൽ ഞാൻ പുറത്തുണ്ടാവും, സാർ അകത്തുണ്ടാവും. താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ ഗുഡ് ഡേ. അല്ലേ? അപ്പൊ തൽക്കാലം ഗുഡ് നൈറ്റ്.